നോമ്പ് കാലഘട്ടം ശാന്തമായി നാം ഇരിക്കുന്ന നിമിഷങ്ങളാണ്. വേറിട്ട് നാം ഇരിക്കുന്ന നിമിഷങ്ങളാണ്. ഭൗതികമായ നമ്മുടെ തിരക്കുകളിൽ നിന്നും അല്പമൊന്ന് മാറി ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുന്ന നിമിഷങ്ങൾ. കർത്താവായ യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവസിക്കുമ്പോൾ തന്റെ ചുറ്റുപാടുകളിൽ നിന്നും അല്പം ഒന്ന് മാറി ഒരു നിർജ്ജന പ്രദേശത്ത് മരുഭൂമിക്ക് തുല്യമായ ഒരിടത്ത് ഇരുന്നു എന്നതാണ്. ഇങ്ങനെ ശാന്തമായി ഇരിക്കുക എന്നതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. തിരക്കേറിയ നമ്മുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം പോലും തിരിച്ചറിയാതെയുള്ള ഒരു ഓട്ടമാണ് നമ്മുടേത്. ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നുവെന്നും ഞാൻ എന്തിനാണ് ഈ സമയങ്ങളെ ഈ വിധത്തിൽ ഉപയോഗിക്കുന്നുവെന്നും ചിലപ്പോഴൊക്കെ നാം മറന്നു പോകാറുണ്ട്. ജീവിതം ജീവിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിതം മറന്നു പോകുന്നവരായിട്ട് നാം മാറിപ്പോകുന്നുണ്ട്. ശാന്തമായി ദൈവസന്നിധിയിൽ വേറിട്ടിരിപ്പാൻ, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെ തിരിച്ചറിയുവാൻ, മണ്ണിനെ പ്രതി മാണിക്യത്തെ കൈവിടാതെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധ്യമാകണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമയങ്ങൾ നാം ചിലവഴിക്കുന്നതുമെല്ലാം ഈ ഭൂമിയിലെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയാണ്. ക്ഷണികമായ ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് നിത്യമായൊരു ജീവിതം എനിക്കുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് കഴിയണം. നമ്മുടെ അധ്വാനങ്ങൾ നിത്യമായ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയാകണം. ആ വിധത്തിൽ വേറിട്ടിരുന്ന് കർത്താവിനോടൊപ്പം ശാന്തമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് കഴിയട്ടെ.